നമസ്കാരം. ഒക്ടോബർ 7-ന് ശേഷം യൂറോപ്പിലെ വിവിധ നഗരങ്ങളിലുണ്ടായ പ്രകടനത്തിൽ ഉയർന്നു വന്ന പ്രധാന മുദ്രാവാക്യമാണ് ഗ്ലോബലൈസ് ദി ഇന്തിഫാദ. കടുത്ത ജൂതവിരുദ്ധത ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളുമായി ഇസ്ലാമിസ്റ്റുകൾ ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രകടനം നടത്തിയിരുന്നു. എന്നാൽ അതിൽ നിന്നും പഠിക്കാനോ ഭീകരതയുടെ ഉറവിടം അന്വേഷിക്കാനോ സർക്കാർ തയ്യാറായില്ല എന്നാണ് സിഡ്നിയിലെ ബോണ്ടി ബീച്ച് ആക്രമണത്തിന് ശേഷം ഉയരുന്ന വിമർശനങ്ങൾ. വെടിവയ്പിൽ 15 പേർ മരിച്ചിരുന്നു. 10 വയസ്സുകാരിയും ജൂത പുരോഹിതനും ഇസ്രായേൽ പൗരനും നാസികളുടെ ജൂത വംശഹത്യയെ അതിജീവിച്ചയാളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. പരിക്കേറ്റ 42 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 50 വയസ്സുകാരൻ സാജിദ് അക്രവും മകൻ നവീദ് അക്രവുമാണ് ആൾക്കൂട്ടത്തിന് നേരെ വെടിവെച്ചത്. ഇവരിൽ സാജിദ് അക്രം പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. പരിക്കേറ്റ മകൻ ചികിത്സയിലുമാണ്. ന്യൂയോർക്ക് ടൈംസ് പോലുള്ള പത്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ തന്നെ ഓസ്ട്രേലിയയിൽ ഉണ്ടായ ഭീകരാക്രമണങ്ങൾ കൃത്യമായി അന്വേഷിച്ച് ഇതിന്റെ വേരറുത്തില്ല എന്നതാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന IS-ന്റെ ആവിർഭാവത്തിന് ശേഷം നിരവധി ജിഹാദി അനുബന്ധ പ്രവർത്തനങ്ങളും ഭീകരവാദ ഗൂഢാലോചനകളും ഓസ്ട്രേലിയയിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. 2018 നവംബർ 9 മെൽബൺ സ്റ്റാബിംഗ് ആക്രമണമാണ് ഇതിലെ ഏറ്റവും പ്രധാനം. ഹസൻ ഖലീഫ് ഷിർ അലി മെൽബണിൽ ഒരു വാഹനത്തിന് തീയിടുകയും 3 കാൽനട യാത്രക്കാരെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഇതിലൊരാൾ മരിച്ചിരുന്നു. ആക്രമണത്തിനിടെ അക്രമി ഇസ്ലാമിക് സ്റ്റേറ്റ് പതാക ഉയർത്തിയിരുന്നു. ഇത് കൃത്യമായ ജിഹാദി ആക്രമണമാണെന്ന് വിലയിരുത്തപ്പെട്ടു. 2015 ഒക്ടോബർ 2-ന് സിഡ്നിയിലെ പാരാമെറ്റയിലുള്ള ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് ആസ്ഥാനത്തിന് പുറത്ത് 15 വയസ്സുള്ള ഫർഹാദ് ഖലീൽ മുഹമ്മദ് ജബാർ ഒരു പോലീസ് ജീവനക്കാരനെ വെടിവെച്ച് കൊലപ്പെടുത്തി. അതുപോലെ 2014 ഡിസംബർ 15, 16 തീയതികളിൽ നടന്ന സിഡ്നി കഫേ ബെന്തിയാക്കലും രാജ്യത്തെ നടക്കിയിരുന്നു. ഇറാനിയൻ അഭയാർത്ഥിയായ മൻ ഹാരോൺ മോനിസ് സിഡ്നി സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിലെ ലിൻഡൻ ചോക്ലേറ്റ് കഫേയിൽ ജീവനക്കാരെയും ഉപഭോക്താക്കളെയും ബന്ദികളാക്കി. ഈ കേസിലും ISIS-നോട് കൂറ് പ്രകടിപ്പിച്ചിരുന്ന കറുത്ത പതാകകൾ അക്രമി കാറിൽ സൂക്ഷിച്ചിരുന്നു. 16 മണിക്കൂർ നീണ്ട പ്രതിസന്ധിക്കൊടുവിൽ പോലീസ് നടത്തിയ മിന്നൽ ആക്രമണത്തിൽ അക്രമിയും 2 ബന്ദികളും കൊല്ലപ്പെട്ടു. 2014 സെപ്റ്റംബറിൽ നുമാൻ ഹൈദർ എന്ന അഫ്ഗാൻ വംശജനായ ഓസ്ട്രേലിയക്കാരൻ മെൽബണിൽ 2 ഭീകരവിരുദ്ധ ഉദ്യോഗസ്ഥരെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. തുടർന്ന് ഇയാളെ പോലീസ് വെടിവെച്ചു കൊന്നു. ഇങ്ങനെ 2024 മുതൽ എല്ലാ വർഷവും ഒരു ആചാരം പോലെ ഓസ്ട്രേലിയയിൽ ഭീകരാക്രമണങ്ങൾ നടക്കുകയാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതോടെയാണ് ഓസ്ട്രേലിയയിൽ ജൂതർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കൂടിയത്. 30 വർഷത്തിനിടെ ഓസ്ട്രേലിയൻ മണ്ണിലുണ്ടായ ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിൽ ഒന്നാണ് ബോണ്ടി ബീച്ചിൽ നടന്നത്. ബോണ്ടി ബീച്ചിലെ വെടിവയ്പ്പിന് പിന്നാലെ ഓസ്ട്രേലിയയിലെ തോക്ക് നിയമങ്ങൾ കർശനമാക്കാനുള്ള നിർദ്ദേശം പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് മുന്നോട്ട് വച്ചിരുന്നു. തോക്ക് സ്വന്തമാക്കാൻ ലൈസൻസ് ഉള്ള ഒരാൾക്ക് കൈവശം വെക്കാവുന്ന തോക്കുകളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതടക്കമുള്ള നിയന്ത്രണങ്ങളാണ് അദ്ദേഹം തിങ്കളാഴ്ച മുന്നോട്ട് വെച്ചത്. ബോണ്ടി ബീച്ചിലെ കൊലയാളികളിൽ ഒരാളായ സാജിദ് താമസിച്ചിരുന്നിടത്ത് നടത്തിയ തിരച്ചിലിൽ 6 തോക്കുകൾ കണ്ടെത്തിയിരുന്നു. ഇയാൾക്ക് തോക്ക് കൈവശം വെക്കാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു. 6 തോക്കും നിയമപരമായ മാർഗത്തിലൂടെ ലഭിച്ചതുമാണ്. തോക്ക് ലൈസൻസിന് സമയപരിധി ഏർപ്പെടുത്താനും പദ്ധതിയുണ്ട്. 1996-ൽ ടാസ്മാനിയൻ നഗരമായ പോർട്ട് ആർതറിൽ ഒരാൾ 35 പേരെ വെടിവെച്ചു കൊന്ന സംഭവത്തെ തുടർന്ന് ഓസ്ട്രേലിയയിലെ തോക്ക് നിയമങ്ങൾ കർശനമാക്കിയിരുന്നു. പിന്നെ പലയിടത്തും അതിൽ ഇളവ് ലഭിച്ചു. അതുപോലെ തന്നെ ഇസ്ലാമിക പ്രബോധനത്തിനായി എത്തുന്നവരെയും ഇസ്ലാമിക അധ്യാപനം നടത്തുന്നവരുടെയും ഒക്കെ പശ്ചാത്തലം പരിശോധിക്കുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. രാജ്യത്തെ ജനസംഖ്യയുടെ 3.2% മുസ്ലിങ്ങളാണ്. ഇത് ഏകദേശം 8,13,392 പേർ വരും. ക്രിസ്തുമതത്തിന് ശേഷം ഓസ്ട്രേലിയയിലെ രണ്ടാമത്തെ മതവിഭാഗമാണ് ഇസ്ലാം. ഓസ്ട്രേലിയൻ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗം പേരും കുടിയേറിയെത്തിയവരോ കുടിയേറ്റക്കാരുടെ പിന്മുറക്കാരോ ആണ്. 2016 സെൻസസ് പ്രകാരം ഓവർസീസ് അഥവാ വിദേശത്ത് ജനിച്ച മുസ്ലിങ്ങളിൽ ഭൂരിഭാഗം പേരും ലബനൻ, തുർക്കി, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ, ഇറാഖ്, ഇറാൻ, ബോസ്നിയ ഹെർസഗോവിന എന്നിവിടങ്ങളിൽ നിന്ന് വന്നവരാണ്. സിവിൽ യുദ്ധങ്ങളും സംഘർഷങ്ങളും കാരണം സമീപകാലത്ത് മിഡിൽ ഈസ്റ്റിൽ നിന്നും ദക്ഷിണേഷ്യയിൽ നിന്നും അഭയാർത്ഥികളായും കുടിയേറ്റം വർദ്ധിച്ചിട്ടുണ്ട്. ഇതോടെയാണ് ഭീകരാക്രമണങ്ങളും വർദ്ധിച്ചത്. ഇതോടെ തീവ്ര വലതുപക്ഷവും ഓസ്ട്രേലിയയിൽ വേര് പിടിച്ചു കഴിഞ്ഞു.